ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിനെ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. അതായത് തേക്കിൻകാട് മൈതാനത്ത് എത്തിച്ച ആന, ആ കൊമ്പനാന തെക്കേ നടയിൽ നിൽക്കുന്നതിനിടയിലാണ് അവിടെ നിന്നും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനിടയിൽ ഇടഞ്ഞോടിയത്. തെക്കേ നടയിൽ നിന്ന് നേരെ കിഴക്കേ നടയിലേക്ക് എത്തുകയായിരുന്നു. കിഴക്കേ നടയിൽ എക്സിബിഷൻ ഗ്രൗണ്ടിന് മുന്നിലൂടെ നേരെ ഓടിയ ശേഷം പാലസ് റോഡിലേക്ക് ഈ ആന എത്തി. പാലസ് റോഡിലേക്ക് എത്തി പാലസ് റോഡിൽ ടൗൺ ഹാളിന് പരിസരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഒരു ഓട്ടോറിക്ഷയും കാറും ആന കുത്തി മറിച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും നേരെ ആന ഓടി ചെമ്പൂക്കാവിലുള്ള ഗാന്ധിനഗറിലേക്കാണ് എത്തിയത്. ഗാന്ധിനഗർ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ആ മേഖലയിൽ നിരവധി വീടുകളുണ്ട്. ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആന ഇടഞ്ഞ് നേരെ ആ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് ആളുകളാരും തന്നെ ആനയുടെ മുൻപിൽ പെട്ടില്ല. പക്ഷേ മുൻപിൽ കണ്ടതെല്ലാം തന്നെ ആന തകർക്കുകയാണ് ഉണ്ടായത്. എനിക്ക് തൊട്ടടുത്ത് ഉള്ള ഈ ഒരു വീട് ഗാന്ധിനഗറിലെ തന്നെ ഒരു ഗ്രേസ് ഭവൻ എന്ന് പറയുന്ന വീടാണ്. ഈ കാണുന്ന ഗേറ്റുകൾ ഉൾപ്പെടെയുള്ളവ തകർത്തു. തൊട്ടടുത്തുള്ള വീടുകളുടെയൊക്കെ തന്നെ മതിൽ ഉൾപ്പെടെയുള്ളവ തകർത്തിട്ടുണ്ടായിരുന്നു. BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 5ഓളം ബൈക്കുകൾ അത് ആന പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. 2-3 കാറുകൾ ആന തകർത്തിട്ടുണ്ട്. ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ആന അവസാനമായി എത്തിയ ഇടത്താണ്. ഇവിടെ എത്തുമ്പോഴേക്കും ആനയെ ഒരു കാലിൽ ചങ്ങല തളച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ ആനയ്ക്ക് നടക്കാൻ കഴിയുന്ന ദൂരത്തിൽ തന്നെയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഈ ഒരു ഷെഡ്, അതിൽ ബൈക്കുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സൈക്കിളുകൾ ഉണ്ടായിരുന്നു. ഇതിന് മുകളിലൊക്കെ തന്നെ ഒരു ഷീറ്റായിരുന്നു. അതൊക്കെ തന്നെ പൂർണ്ണമായും ആന തകർത്തു. ഈ മേഖലയിലുണ്ടായിരുന്ന നിരവധി ആളുകൾ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പേടിച്ച് വീടിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. വീടിന്റെ അകത്താണോ? അതിലൊരു വഴിയുണ്ട്, ചെറിയ വഴിയുണ്ട്, അതിലേക്ക് കയറിയതാണ്. അവിടെ ആ ഷീറ്റ് അതിലൊക്കെ ചവിട്ടി പൊളിച്ചു. പറഞ്ഞ ആനതേ വന്നു ഈ ഭാഗത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇതിലെ കിടക്കണു. പിന്നെ അവിടെ കണ്ടമാനം പൊളിക്കലും ബഹളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കേട്ടു. പക്ഷെ ഞാൻ പിന്നെ ഇവിടുന്ന് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഈ ആനയുടെ ദൃശ്യങ്ങൾ ഈ കാണുന്ന വീടിന്റെ 2ാം നിലയ്ക്ക് മുകളിൽ നിന്ന് പകർത്തുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ആനയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആക്രമണം നടത്തുകയും ചെയ്തു. ഒരു ഫോട്ടോഗ്രാഫർക്ക്, പത്രഫോട്ടോഗ്രാഫർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ഇവിടെ ഉണ്ടായിരുന്ന ആനക്കാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതൊരു പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ തന്നെ ആന വലിയ തോതിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലായിടങ്ങളിലും കൃഷി നശിപ്പിച്ചു, അതിനോടൊപ്പം തന്നെ മതിലുകൾ തകർത്തു. ഈ ജനവാസ മേഖലയിൽ ചെറിയ വീടുകളുടെ പുറകുവശത്തൊക്കെ തന്നെയുള്ള അടുക്കളത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ ആന നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഈ മേഖലയിലെത്തി ഗാന്ധിനഗറിൽ ഉള്ള ഈ ഒരു ഇടത്ത് വെച്ചാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് ആനയെ പാപ്പാന്മാർ വരുതിയിലാക്കുകയും ചെയ്തു. മന്ത്രി OJ ജനീഷ് ഉൾപ്പെടെയുള്ള തൃശ്ശൂരിൻ്റെ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ഒക്കെ തന്നെ കണക്കെടുപ്പും നടത്തിയിട്ടുണ്ട്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.